പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു ജപമാല ശക്തമായ ആയുധം. നിങ്ങളിവിടെ കാണുന്നത് ഒരു കോളേജ് ഹോസ്റ്റലാണ്. വൈകുന്നേരം വിദ്യാർത്ഥികൾ സൊറ പറഞ്ഞിരിക്കുന്നു. ഇന്ന് പ്രിൻസിപ്പലിന്റെ പ്രസംഗം പരമ ബോറായിരുന്നു. യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരികയല്ലേ, നമുക്കൊരു പ്രോഗ്രാം ചെയ്താലോ? ശരിയാ, ഒന്ന് നോക്കാം. രേഷ്മയെ വിളിക്ക്, അവളാണല്ലോ താരം. നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. എടി, രേഷ്മ എവിടെ? അവളെ കാണുന്നില്ലല്ലോ. ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ അവൾ ഫോൺ നോക്കി ബെഡിൽ കിടക്കുന്നത് കണ്ടു. കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ അവൾ നല്ല ഉറക്കം. ശല്യം ചെയ്യാന്ന് വിചാരിച്ചു ഞാനിങ്ങനെ വന്നു. പ്രയർ സമയമായല്ലോ, ഇപ്പോഴാണ് ഉറക്കം? 7:30-ക്കല്ലേ? ഇപ്പൊ 6:45 ഉള്ളൂ. ഞാൻ വിചാരിച്ചേ യൂത്ത് ഫെസ്റ്റിവൽ അല്ലേ, നമുക്കൊരു പ്രോഗ്രാം ചെയ്താലോ? രേഷ്മ വരട്ടെ, നമുക്ക് അവളോട് കൂടി ചോദിക്കാം. നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ, ഭാഗ്യം. എന്തെടുക്കുമായിരുന്നു? ഉറങ്ങുമായിരുന്നോ? ഉറക്കത്തിൽ എത്ര മൂവി കണ്ടു? നിന്റെ ക്രഷ് വന്നോ? ആടി കണ്ടടി, ഞാൻ എൻ്റെ ക്രഷിനെ എൻ്റെ ഉറക്കത്തിൽ കണ്ടടി. എടാ ശരിക്കും ഞാനൊരു സ്വപ്നം കണ്ട്, ഞാൻ മരിച്ച്. അയ്യോ, ഇന്ന് നീ മരിക്കണ്ട. നാളെ സൺഡേയാ, അവധിയൊന്നും കിട്ടത്തില്ല. നാളെ മരിച്ചാ മതി. അപ്പൊ മുട്ട പപ്സും ചായയും കിട്ടും, പിന്നെ ലീവും. ഏണ്ടെന്ന് വീശപ്പം മുട്ടക്കറിയും. സ്വർഗത്തിൽ നിന്ന് നീ പാഴ്സലായിട്ട് അയച്ചു തന്നാലും മതി. നിങ്ങളവിടെ ചിരിക്കണ്ട. ഇപ്പൊ എൻ്റെ ആത്മാവേ സ്വർഗത്തിലെയും നരകത്തിനെയും പ്രധാന കവർത്തി നിൽക്കുക. എന്നിട്ട് അവിടെ ഉണ്ടല്ലോ ഒരു സിംഹാസനത്തിലെ നമ്മുടെ ഈശോ ഇരിക്കുന്നു. ഈശോയുടെ കയ്യിലെ ഒരു ബുക്കുണ്ട്. എന്നിട്ട് എന്തോ ഐഡി? അവിടെ ഉണ്ടല്ലോ 2 മാലാഖമാർ ഈശോയുടെ 2 വശത്ത് നിൽക്കുന്നു. വിശുദ്ധ മിക്കാൽ മാലാഖയില്ലേ, അദ്ദേഹം ഒരു ത്രാസുമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. മറ്റൊരു മാലാഖയുണ്ട്. ഈശോയുടെ ഇടതുഭാഗത്തെ 3 പിശാചുക്കൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ ആദ്യം സംസാരിച്ചതേ മാലാഖയാണ്. കർത്താവേ, ഇത് രേഷ്മ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് വന്നതാണ്. ഞാൻ ഇവളുടെ കാവൽ മാലാഖയാണ്. ഇവളൊരു നല്ല കുട്ടിയാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും. എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കും. ഞാൻ ഇവയെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഇവിടെ വിൽക്കുന്നു. വരട്ടെ വരട്ടെ, വെക്കാൻ വരട്ടെ. ഇവൾ പള്ളിയിൽ പോകുന്നത് കർത്താവിനെ കാണാനല്ല, അവളുടെ ലൈൻ പ്രണവുമായി സംസാരിക്കാനാണ്. കുർബാന സമയം അവളുടെ മനസ്സിൽ കർത്താവല്ല, പ്രണവാണ്. ഞങ്ങൾ ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനേ ഞെട്ടിപ്പോയി. ഈ പിശാച് ഇതൊക്കെ എങ്ങനെ അറിയുന്നു? അല്ല, അവന് പ്രണവിനെ എങ്ങനെ അറിയാം? ശരിക്കും നീ പോയത്? അയച്ചത്തിൽ തന്നെയല്ലേ. ഞാൻ പ്രണവിനെ കാണാൻ തന്നെ പള്ളിയിൽ പോകുന്നത്. പക്ഷെ ഈ പിശാച് ഇതൊക്കെ എങ്ങനെ അറിയുന്ന? പിന്നുണ്ടല്ലോ അപ്പൊ തന്നെ മാലാഖ അടുത്ത കാര്യമായിട്ട് പറഞ്ഞു തന്നു. കർത്താവെ, ഇവൾ മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കും. എല്ലാവരോടും വളരെ സൗമ്യമായി തന്നെയാണ് പെരുമാറുന്നത്. ഇവൾ നല്ല കരുണയുള്ള കുട്ടിയാണ്. കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവൾക്കൊരു കരുണയുമില്ല. ഇവൾ മാതാപിതാക്കളെ അധ്യാപകരെ ബഹുമാനിക്കാറുമില്ല. അനുസരണാശീലം ഒട്ടും തന്നെയില്ല. ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം പിശാച് അറിയുന്നുണ്ടല്ലേ? സമയത്തുണ്ടല്ലോ ഞാനങ്ങ് വിചാരിച്ചു പോയി, എൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കള്ള പിശാചിനെ കുത്തി കൊല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടവുമായി. മാലാഖയാണെങ്കിൽ വീണ്ടും പറഞ്ഞു തുടങ്ങി. കർത്താവെ, ഇവൾ ഇവളുടെ കർത്തവ്യം കൃത്യമായി ചെയ്യുമായിരുന്നു. നല്ല മാർക്ക് വാങ്ങിയാണ് ഇവൾ ഈ വർഷം പാസ്സായത്. ഇവൾ നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്. എല്ലാ ഞായറാഴ്ചകളിലും മതബോധന ക്ലാസ്സിൽ പങ്കെടുക്കുമായിരുന്നു. ഇവയെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഗോൾ അടിക്കാൻ നോക്കേണ്ട. ബിറ്റ് വെച്ച് തന്നെയാണ് അവൾ മാർക്ക് വാങ്ങിയത്. അല്ലെങ്കിൽ ഭൂമിയിലേക്കൊന്ന് നോക്ക്. അവളുടെ പുസ്തകങ്ങളിലെല്ലാം ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഒരു അച്ചടക്കവുമില്ല. ഒരു നന്മയും ചെയ്യാൻ ഞാൻ അനുവദിച്ചിട്ടുമില്ല. മാത്രമല്ല എല്ലാത്തരം തിന്മകൾ ചെയ്യാൻ ഞാൻ ഇവളെ പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോഴൊക്കെ ഈ മാലാഖ ഇരുന്ന് കരയുന്നത് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ വക്കാലത്തുമായി വന്നിരിക്കുന്നു. ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൾ നരകത്തിലേക്ക് തന്നെ പോകേണ്ടവളാണ്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതേ അവനാണെന്ന്. എൻ്റെ പാവം കാവൽ മാലാഖ ഞാൻ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. എന്നെ ഉണ്ടല്ലോ മതബോധന ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാര്യമാക്കിയില്ല. എന്തായാലും ഞാൻ നരകത്തിൽ തന്നെ പോകുമെന്ന് എനിക്ക് ഉറപ്പായി. ഇനി എന്ത് ചെയ്യുമെന്ന് വിഷമം ചെന്നപ്പോഴാണ് സ്വർഗത്തിൽ നിന്നൊരു പ്രകാശം ഉണ്ടായത്. പ്രകാശത്തിന് ഒരു ശബ്ദം ഉണ്ടായി. മകനേ, ലൂസിഫർ, ആരാണ് ഒരു സ്ത്രീ ശബ്ദം? ഇവൾ ആകാശം സൃഷ്ടി ദൈവത്തിന് അമ്മിഞ്ഞു കൊടുത്തവൾ, ചന്ദ്രനെ സൃഷ്ടി ദൈവത്തിന് ചുംബനം നൽകിയവൾ, നക്ഷത്രങ്ങളെ സൃഷ്ടി ദൈവത്തിന് 4 അക്ഷരം പറഞ്ഞു കൊടുത്തവൾ. ഇവൾ മറിയം, പരിശുദ്ധ കന്യകാമറിയം,
സത്യദൈവമായ യേശുക്രിസ്തുവിന്റെ മാതാവ്, ലോകജനതയുടെ അമ്മ. മകനെ, ഇവൾ രേഷ്മ എൻ്റെ മകളാണ്. ഇവൾ എല്ലാ ദിവസവും ജപമാല പഠിക്കാറുണ്ട്. ഇവൾ ചൊല്ലിയ ഓരോ മണികളും മാണിക്യക്കല്ലുകളായി ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ വയ്ക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് എൻ്റെ മാതാവേ എന്ന് വിളിച്ചു. എന്നാലുള്ള ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഈശോ ഇല്ലേ എന്നെ നോക്കിയും ചിരിച്ചുകൊണ്ട് ഇവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ചിരിച്ചുകൊണ്ട് എൻ്റെ കാവൽ മാലകയും മറ്റ് 2 മാലകമാരും വന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ലൂസിഫർ, ഞങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ വളരെ പെട്ടെന്ന് തന്നെ നരകം അടച്ചു പൂട്ടേണ്ടി വരും. നിങ്ങൾ പെട്ടെന്ന് ഭൂമിയിലേക്ക് പോവുക, ആത്മാക്കളെ ശേഖരിക്കുക. ഭൂമിയിലേക്ക് പോയിട്ട് വലിയ ഗുണമില്ല. അവിടെ മുഴുവൻ ധ്യാനവും ആരാധനയും ഉടമ്പടിയുമാണ്. ആത്മാക്കളെ കിട്ടാൻ പ്രയാസമാണ്. അതൊരു വല്ലാത്തൊരു സ്വപ്നമായി പോയി. 7 വാ നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാം. കൂട്ടുകാരെ, ഞങ്ങളുടെ സ്കിറ്റ് ഇത് അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.